So, this is a famous word. Maybe I kept saying it during the 107 days. This is the last time you will see me with this heavy, stinky vest. I decided to പരിക്കേറ്റ കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിലേക്ക് ഓടുന്നവർ, അനാഥരായ കുഞ്ഞുങ്ങൾ, വീടും കുടുംബവും നഷ്ടമായവർ, സ്വന്തം മണ്ണ് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നവർ, അസഹനീയമായ പട്ടിണി നേരിടുന്നവർ. ഗസയുടെ ഈ നെഞ്ചുനീർന്ന കാഴ്ചകൾ പച്ചയായി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ മാധ്യമപ്രവർത്തകനാണ് മുഅത്തസ് അസായിസ. ഫലസ്തീനു നേരെയുള്ള ഇസ്രായേലിന്റെ ഒരിക്കലും പൊറുക്കാനാകാത്ത ക്രൂരതകൾ ലോകത്തെ അറിയിച്ച മുഅത്തസ് അസായിസ ഗസയിൽ നിന്നും മടങ്ങുന്നു എന്ന വാർത്തകളും അതുപോലെ വേദനാജനകമാണ്. യുദ്ധം ആരംഭിച്ച ശേഷം 109 ദിവസം യുദ്ധഭൂമിയിലുണ്ടായിരുന്ന അദ്ദേഹം ഏറെ വേദനയോടെയാണ് കടുത്ത തീരുമാനമെടുത്ത കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ ലോകത്തെ അറിയിച്ചത്. ഗസയിൽ 25,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ഓരോന്നും ക്യാമറയിൽ പകർത്തി ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്ത 24-കാരനായ മുഅത്തസ് അസായിസ ഇതിനോടകം ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ടുപോയ നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും അവരുടെ കുടുംബത്തിന്റെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളും ഫിൽട്ടർ ചെയ്യാതെയാണ് അസായിസ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. യുദ്ധഭൂമിയിൽ അസായിസയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ചേർന്നാണ് പ്രസ് എന്നെഴുതിയ ആ നീല ജാക്കറ്റ് അഴിച്ചുമാറ്റി അദ്ദേഹത്തെ യാത്രയാക്കിയത്. യുദ്ധം തുടങ്ങിയത് മുതൽ മാധ്യമപ്രവർത്തകരെ ഗസയിൽ ഇസ്രായേൽ നിരന്തരമായി വേട്ടയാടിയിരുന്നു. ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ യുദ്ധം ഏകപക്ഷീയമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ മുഅത്തസ് അസായിസയെ പോലുള്ള മാധ്യമപ്രവർത്തകരാണ് ഗസയുടെ നേർചിത്രം ലോകത്തിനു മുന്നിലെത്തിച്ചത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായി ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് അസായിസയ്ക്കുണ്ടായത്. യുദ്ധം തുടങ്ങുമ്പോൾ 25,000-ൽ താഴെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പ്രൊഫൈലിന് ഇപ്പോൾ 18.23 ബില്യൺ പേരാണ് പിന്തുടരുന്നത്. അൽ ജസീറയുടെ സോഷ്യൽ മീഡിയ അനലിറ്റിക്സിന്റെ വിലയിരുത്തൽ പ്രകാരം ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം 100 ദിവസം കടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് 27,500-ൽ നിന്ന് 18.25 ദശലക്ഷമായി വർദ്ധിച്ചു. ഫേസ്ബുക്ക് അക്കൗണ്ടിലും സമാനമായ വളർച്ചയാണ് അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയത്. 2002 ജനുവരി 30-ന് ജനിച്ച മുഅത്തസ് അസായിസയുടെ കുട്ടിക്കാലം ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു. ഗസയിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. അസായിസ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കരിയർ തുടങ്ങുന്നത്. ഒരു ഫോട്ടോഗ്രാഫറുടെ മികവ് തെളിയിക്കുന്ന ചിത്രങ്ങളായിരുന്നു ഓരോന്നും. തുടർന്ന് ഈ വർഷം മാർച്ചിൽ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസിൽ ചേർന്ന അദ്ദേഹം ഗസയിലെ സംഘർഷഭൂമിയിൽ നിന്നും ചിത്രങ്ങൾ പകർത്താൻ തുടങ്ങി. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അസായിസയുടെ ബന്ധുക്കളും കൊല്ലപ്പെട്ടിരുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു.